അങ്ങനെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് കാർ റേസിംഗ് പ്ലേ സ്റ്റേഷൻ 5 നമ്മൾ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവൽ എൻട്രി ആണ് ഈ ലോജിടെക് ഡ്രൈവിംഗ് വീൽ. ഇത് G29 പ്ലേ സ്റ്റേഷനോട് കമ്പാരബിൾ ആണ്. ഒരു ഗിയറും കൂടെ വരുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും, അറൗണ്ട് 150 dirhams. മാനുവൽ ഗിയറാണ്. പിന്നെ പോരാണ്ട് നല്ല മെറ്റൽ പെഡൽസും കിട്ടും. നല്ല പ്രൊഫഷണൽ ശരിയായ പെഡൽസ് പോലെ തന്നെ ഉണ്ട്, അതിൻ്റെ ഫീലും കംഫർട്ടെല്ലാം. അപ്പോൾ ഇതെല്ലാം ഒരു കാർ ഡ്രൈവിംഗ് കളിക്കണമെങ്കിൽ, വീട്ടിൽ ശരിയായ ഒരു കാർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇതെല്ലാം വേണം. ഒരു കോക്പിറ്റും ഇരിക്കേണ്ട, ഒരു വണ്ടിയിൽ ഇരിക്കുന്ന പോലെ തന്നെ, ഒരു സ്പോർട്സ് കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ ഉണ്ടാവും. സ്റ്റിയറിംഗ് എല്ലാം നല്ല ലെതർ സ്റ്റിയറിംഗ്, അത് കണ്ടാൽ തന്നെ പിടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ പ്ലേ സ്റ്റേഷൻ്റെ എല്ലാ ബട്ടൺസും അതിൻ്റെ മേലെ തന്നെ ഉണ്ട്. നമ്മൾ തിരിക്കുമ്പോഴും പിടിക്കുമ്പോൾ എല്ലാം ശരിയായ വണ്ടിൻ്റെ ഫീൽ തന്നെ. ബട്ടൺസ് നല്ല കളേർഡ് ബട്ടൺസ് ഉണ്ട്, വളരെ നല്ല ഡിസൈനാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റും ഉണ്ട്, മെറ്റൽ ഗിയർ ഷിഫ്റ്റ്സ് ആണ്. നമുക്ക് കൈയോട് ഗിയർ ഷിഫ്റ്റ്, നമ്മൾ ഹൈ സ്പീഡ് റേസിംഗെല്ലാം കളിക്കുമ്പോൾ നമുക്ക് മറ്റേ ഗിയർ ക്ലച്ചെല്ലാം അമർത്തി തിരിക്കേണ്ട സമയമൊന്നുമില്ല. അപ്പോൾ ഈ ഹാൻഡ് ഗിയറാണ് ബെസ്റ്റ്. നല്ല ഹൈ ക്വാളിറ്റി, സൗണ്ടും കുറവ്, നല്ല കംഫർട്ടാണ്. ഇതാണ് മാനുവൽ ഗിയർ. ശരിയായ സ്പോർട്സ് കാറിൽ നമ്മൾ ഇരുന്ന് തിരിക്കുന്ന പോലെ ഉണ്ടാവും. ഇതാണ് ലോജിടെക്കിൻ്റെ സെറ്റപ്പ്. ഇതാണ് എൻട്രി ലെവൽ. ഏറ്റവും വില കുറഞ്ഞ ഒരു ഈ ഡ്രൈവിംഗ് സിമുലേറ്റർ ആണെങ്കിൽ ലോജിടെക്കിൻ്റെ തന്നെ നമ്മൾ പോകേണ്ടത്. വാല്യൂ ഫോർ മണിയാണ് ഡെഫിനറ്റ്ലി. പക്ഷേ എക്സ്പീരിയൻസ് കുറച്ച് കുറവായിരിക്കും, കാരണം നമ്മൾ ഈ പേയ്മെൻറ്റിൻ്റെ മേലെല്ലാം കയറുമ്പോൾ എഫക്ട്സ് കുറച്ച് കുറവാണ് കമ്പയർ ടു ദി അതർ ബ്രാൻഡ്സ്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ചെറുങ്ങനെ കാണിച്ചുതരാം ഈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ഇത് ആക്സിലറേറ്റർ, ബ്രേക്ക്, പിന്നെ ഒരു ക്ലച്ചും ഉണ്ട്. ഈ മൂന്നാണ് ഒരു സെറ്റിൽ വരുന്നത്. ഇതെല്ലാം ഒരു ബോക്സിനുള്ളിൽ തന്നെ വരുന്നതാണ്, ഈ പെഡലും ഈ സ്റ്റിയറിംഗ് വീലും. ഗിയർ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയത്, അതൊരു അഡീഷണൽ ഓപ്ഷനാണ്. നല്ല ഒരു ഹാൻഡ്ഫുൾ സ്റ്റിയറിംഗ് ആണ്. ഏത് ഏജിനും ഏത് സൈസിനും വളരെ കംഫർട്ടബിൾ. ലെതറാണെങ്കിൽ നല്ല പ്രീമിയം ഫിനിഷ്. ബട്ടൺസ് എല്ലാം പ്ലേ സ്റ്റേഷൻ്റെ ക്വിക്ക് ആക്സസ് ബട്ടൺസ് ആണ്. കൺട്രോളർ കീസ് ഉണ്ട്, ബാക്ക് ബട്ടൺ, എക്സിക്യൂട്ട് ബട്ടൺ. പ്ലേ സ്റ്റേഷൻ അതേ ബട്ടൺസ് തന്നെ അതിൻ്റെ മേലെ തന്നെ ഉണ്ട്. പിന്നെ ഡ്രൈവിംഗ് കളിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ബട്ടൺസ്. നല്ല പ്രീമിയം ലെതർ ഫിനിഷുമാണ്. പിന്നെ അവിടെ ലൈറ്റും കത്തും ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഇത് സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് കാലിബ്രേറ്റ്, ഫസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും. അത് കാലിബ്രേഷനാണ്. GT7 ആണ് പ്ലേ സ്റ്റേഷൻ്റെ നമ്പർ 1 സ്പോർട്ട് ഡ്രൈവിംഗ് സ്പോർട്ട്, അവരുടെ ഗെയിം. അപ്പം നമ്മൾ GT7 ഒന്നിപ്പോൾ ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട്. അങ്ങനെ കാറിൻ്റെ കൺട്രോൾ വിട്ടുപോയിട്ടുണ്ട്. ഒരു രസം തന്നെ ഈ കളിക്കാൻ, ഇത് ഉപയോഗിച്ചിട്ട് കളിക്കാൻ. ഈ സ്റ്റിയറിങ്ങിൻ്റെ മേലെ ലൈറ്റെല്ലാം കത്തുന്നുണ്ട്, പക്ഷെ അതൊന്നും നോക്കേണ്ട സമയം ഉണ്ടല്ലോ. നമ്മളെ കണ്ണെപ്പോഴും സ്ക്രീനിൻ്റെ മേലെ. അപ്പോൾ ഈ ലൈറ്റ് ആക്ച്വലി ഗിയർ മാറ്റുന്ന സിഗ്നലാണ്. യെല്ലോ ഗ്രീൻ പിന്നെ റെഡ് ഐക്കനല്ലേ, ഗ്രീൻ യെല്ലോ റെഡ് ഐക്കനാലും ഗിയർ മാറ്റേണ്ട, അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അത് മേലെ സ്ക്രീനിൽ തന്നെ കാണും. അപ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ മേലത്തെ ലൈറ്റ്സൊന്നും വലിയ പ്രധാനമൊന്നും ഇല്ല, ഒരു ഷോ ആണല്ലോ. പിന്നെ G29 കൊണ്ട് വലിയ എഫക്ട്സ് ഇല്ല. അങ്ങനെ വലിയ നമ്മൾ പേയ്മെൻറ്റ് കയറുമ്പോൾ പുല്ലിൻ്റെ മേലെ കയറുമ്പോഴൊന്നും കാര്യമായ വലിയ ഒരു ചെറിയൊരു ഒച്ചലുണ്ടാക്കുന്ന നോക്കാം, പക്ഷേ അങ്ങനത്തെ ഒരു മെയിൻ ഫീലൊന്നും ഇല്ല.